അറിയാവോ? അതെ അതെ, അവരുടെ ക്ലാസ് ടീച്ചറായ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഒരൊറ്റെണ്ണം നേരവണ്ണം പഠിക്കൂല. അതൊക്കെ പോട്ടെ, മര്യാദക്ക് ക്ലാസ്സിലെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്നോടെ. എന്താ എന്താ ടീച്ചറെ പ്രശ്നം? പറയാൻ തന്നെയാ നിങ്ങൾ വിളിപ്പിച്ചത്. കേൾക്കണോ അവരിവിടെ കാട്ടിക്കൂട്ടിയത്? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇരുന്ന് ചിരിക്കുന്നോ? അതിന് എന്റെ ചാക്കി അങ്ങനെ ചീത്ത സ്വഭാവമുള്ള കുട്ടിയല്ലല്ലോ. ഓ, അപ്പൊ മകളെ നല്ല വിശ്വാസമാണ് അല്ലേ? വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷേ അതിവിടെ വേണ്ട. മൃദു, ഒന്നും മിണ്ടാതിരി. ടീച്ചറാണ് കളിപ്പില്ല. അതെ ടീച്ചർ. എന്റെ പൊന്നാര ടീച്ചർ, നിങ്ങൾ കാര്യം എന്താന്ന് പറഞ്ഞാലല്ലോ ഇവിടെ ഇപ്പൊ മനസ്സിലാകുള്ളൂ. പറയേ, ഓള് ഞാൻ തച്ചിട്ട് അങ്ങോട്ട് ശരിയാക്കും. ഇവിടെ ഇട്ട് നിങ്ങൾ അവർ തല്ലൊന്നും വേണ്ട, ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ. അതാ നല്ലത്. ഇതുപോലെയുള്ള കച്ചറ പിള്ളേരൊന്നും പഠിക്കണ്ട ഇവിടെ. ഇങ്ങനെയുള്ള കുട്ടികളെ ഈ സ്കൂളിന് ആവശ്യമില്ല. അല്ല ടീച്ചറെ, അവരെന്താ ചെയ്ത് തെറ്റെന്നൊന്ന് പറഞ്ഞാൽ? പറയാം, അവരെന്താ ചെയ്തെന്ന് ഞാനിപ്പോ പറയാം. ടീച്ചർ, ആ പിള്ളേരെ ഇങ്ങോട്ട് വിളിക്ക്. ഇങ്ങോട്ട് കയറി പോയടാ. ഇതുപോലെയുള്ള കുട്ടികൾ സ്കൂളിൽ വന്നാൽ എല്ലാ കുട്ടികളും നാശാവും. കണ്ടോ, അവൾ ചിരിക്കുന്നുണ്ടോ? എത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്. എന്താ എന്താ നിങ്ങൾ കാണിച്ചത്? അത് പിന്നെ ഒരാൾക്ക് ഞങ്ങൾ വീമ കളിച്ചു കൊടുത്തു, അത്ര ചെയ്തുള്ളൂ. അതിന് എന്റെ മക്കളെ കണ്ടുപിടിക്ക്. അവളെന്താ ചെയ്തെന്നറിയോ നിങ്ങൾക്ക്? അവളൊന്നും ചെയ്യില്ലല്ലോ. അവൾ നല്ല കുട്ടിയാണല്ലോ. എന്നാ കേട്ടോ അവൾ ചെയ്തത്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ചക്രവാളി, ഓരോ കാര്യം നീ പറയാൻ പോണത്. ഞങ്ങൾക്ക് മാത്രം അടി കിട്ടുന്ന വെച്ചിട്ടേ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കണ്ട. എന്നൊക്കെ കിട്ടിക്കോളും. അല്ല ചിഞ്ഞോ? അതെ അതെ, ഒരു ഞമ്മക്ക് പണി തരാൻ നോക്കിയതല്ലേ. നമ്മക്ക് പണി തരാൻ നോക്കിയാലിപ്പോ ടോയ്ലറ്റില് നോക്കിക്കോ. ആ പോലീസ് മാമനെ എന്റെ മമ്മിയുടെ ഫ്രണ്ടാ. ഇനി നമുക്ക് ഒരേ ഒരു മാർഗമുള്ളൂ. അത് എന്ത് മാർഗാ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്ക്. അതപ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി. വേണ്ട, ആ പോലീസുകാരനെ എന്റെ മമ്മിയുടെ കൂട്ടുകാരനെ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? എന്റെ മമ്മിയുടെ ബാക്കാണെന്നല്ലേ? അതിനാ വെറുതെ പറഞ്ഞതാക്കി ഇതൊരു കാര്യാക്കിയോ? എന്നാ പറ, നിന്റെ പ്ലാൻ എന്താ? ചിഞ്ഞു, ഓലെ വിശ്വസിക്കരുത്. അതൊക്കെ ഉണ്ട്, പ്ലാനൊക്കെ ഞാൻ പറയാം. എന്നാ നമുക്ക് രണ്ടു കൂട്ടർക്ക് രക്ഷപ്പെടാം. നിങ്ങൾ പറയണം ആ മാമൻ ഞങ്ങൾ വീമ്പ് കൊടുത്തിട്ടില്ലെന്ന്. ആ മാമൻ തനി എടുത്ത് കുടിച്ചതാണെന്ന്. പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ പറയില്ല. അന്നെ രക്ഷിച്ചിട്ടേ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇന്ന വേണ്ട, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. എന്റെ മമ്മി രക്ഷിച്ചു ഞങ്ങളെ. ചിന്നസി, നമ്മളിനി എന്താ ചെയ്യാ? അല്ല ചക്കി, അവള് പറഞ്ഞതിന് കാര്യണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇപ്പൊ നല്ലത്. എന്നിട്ട് നമുക്ക് എന്താ ഗുണം? അത് പിന്നെ അയാൾ നമ്മളെ പറ്റിച്ചില്ലേ? തീയിട്ടെന്ന് പറഞ്ഞിട്ട്, കള്ളം പറഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ കുട്ടികളോടും കടക്ക് തീയിട്ടെന്ന് കള്ളം പറഞ്ഞത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ? എടി ചക്കി, പൊട്ടത്തി, നമ്മളെ അയാളോട് കടക്ക് തീരാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അയാളെ അറിയില്ല. അങ്ങനെ പറയാം നമുക്ക് ടീച്ചറോട്. അതിന് ഇവരെയും കൂട്ടുപിടിക്കാം. അതാ ഇപ്പൊ നല്ലത്. ഇതിന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. ചിനുസി, അതിന് ഓര് സമ്മതിക്കണ്ടേ? അതെ, നമ്മുടെ കൂടെ അവരുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. രണ്ടുപേരും തീരുമാനിച്ചോ? ഞങ്ങൾ തീരുമാനിച്ചു. എന്തെങ്കിലും തീരുമാനിച്ചത് രണ്ടാളും? ചിന്നു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സമ്മതാ. അപ്പൊ സെറ്റല്ലേ? സെറ്റ്. തൽക്കാലം നമുക്ക് രക്ഷപ്പെടാനേ ഇതേ വഴിയുള്ളൂ. എന്റെ ചക്കി ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെന്താ ടീച്ചറേ? നിങ്ങളുടെ ചക്കി ഒന്നും ചെയ്തില്ലെന്ന് ആരാ പറഞ്ഞത്? അവൾ ഇതിലെയുള്ള കുട്ടികളോട് മൊത്തം കടയിൽ തീയിട്ടെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, തീ ഇട്ടിട്ടൊന്നുമില്ലല്ലോ. ബെസ്റ്റ് അമ്മ. പിന്നെ എങ്ങനെയാ മകൾ നന്നാവുന്നേ? അല്ല ടീച്ചർ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളല്ലേ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികള്. ഇതും അങ്ങനെ സ്വഭാവത്തിൽ പെടുന്ന കുട്ടി തന്നെയാ. പോരാത്തതിന് ആ കള്ളനെ പോലീസ് കൊണ്ടുവരാൻ വന്നപ്പോൾ അയാൾക്കാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. എന്താ ഈ പെണ്ണുങ്ങൾ ചെറുക്കന്മാര് സ്കൂളിൽ വന്നിട്ട് കാട്ടിക്കണത്? ഇനി പറ, നിങ്ങളുടെ പിള്ളേര് നല്ല പിള്ളേരാണോ? ടീച്ചേഴ്സ് പറയുന്നതാണോ കുറ്റം? അതോ അവർ സ്കൂളിൽ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളോ? അത് പിന്നെ ടീച്ചറെ, ഒരു സ്കൂൾക്കാരൻ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് ഇപ്പൊ ഞങ്ങൾക്കറിയില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഈ പിള്ളേരൊന്ന് ശ്രദ്ധിക്കണം. കൊണ്ടുപോയിക്കോ ഈ പിള്ളേരെ. ഇങ്ങനെയുള്ള പിള്ളേരൊന്നും ഇവിടെ വേണ്ട. മര്യാദ എന്താന്ന് പഠിപ്പിച്ചിട്ട് സ്കൂളിലോട്ട് വിട്ടാ മതി. ചിന്നു, പണി പാളി. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മ പഠിക്കണ്ടാണോ എന്റെ പിന്നാലോടോ? യോ, എന്റെ മമ്മി എന്നെ തല്ല ശരിയാക്കും ചക്കി. കുഞ്ഞിപ്പത്തോ, ഇമ്മച്ചിനെ തച്ചു കൊല്ലും. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോ. അയാൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടായിരിക്കുന്നു. ഇവിടെ പുറത്തോട്ട് ഇറങ്ങി വേണോ? ഇനി മതി. ഇനി സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി. ഇല്ല സാറേ, കഴിഞ്ഞിട്ടില്ല സാറേ. തന്നോടാണ് പറഞ്ഞത്, വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ. നിക്ക് സാറേ, കുറച്ചു നേരം കൂടി. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ചിരിക്കുന്നോ?
കാര്യമില്ല. മര്യാദക്ക് പൊക്കോണം ഇവിടെ നിന്നും. എന്തായാലും നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ഇതെന്താ ഇവരുടെ പുതിയ തന്ത്രം? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. മീനു എന്തേ അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ അവർക്കുള്ള പണിയാവും. എന്തൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നത്? അത് തന്നെയാണെന്ന്. എന്തൊരു കച്ചറയാണ് ഇവര് ഈ സ്കൂളില്. വീട്ടിലോട്ട് ചെല്ലട്ടെ, ശരിയൊക്കെ കൊടുക്കണുണ്ട് ഞാൻ. ടീച്ചർ, ഞങ്ങൾ പറയുന്നത് കേക്ക് ടീച്ചർ. പറ, എന്താണെങ്കിലും കേൾക്കാം. ടീച്ചർ, അയാൾ കടക്ക് തയ്യാറാവുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടു. അവൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് പോയിട്ട് ഞാനാ ചെയ്തെന്ന് പറയണം. അത് പിന്നെ ടീച്ചറെ എന്തുണ്ടായിന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞു ടീച്ചറെ, ആ കള്ളനെ വിമ്മ കളിച്ചു കൊടുത്തത് ഞാനാ. എടി മീനു, ഞാനല്ലേ? ഈ തലതിരിച്ച പിള്ളേരെ അതിന് വേണ്ടിട്ട് മതിക്കണോ? നിൽക്ക് ടീച്ചറെ, അവരെന്താ പറയുന്നത് നോക്കട്ടെ. ഞാനല്ലേ ചിഞ്ഞു കളിച്ചു കൊടുത്തത്? അപ്പൊ ഞാനും തക്കറുവാവില്ലേ? അല്ല ചിഞ്ഞു, ഞാനാ കളിച്ചു കൊടുത്തത്. ഓള് ഇതിന്റെ പേര് നല്ല കുട്ടിയാവാൻ നോക്കാണ്. ഇവിടെ ഓള് എനിക്ക് പണി തന്നു. അപ്പൊ ഞാനല്ലേ കൊടുത്തത്? നോക്ക് പിള്ളേരെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോ. ടീച്ചർ, ഞാൻ പറയാ. ആരായാലും വേണ്ട, ഒന്ന് പറഞ്ഞാ മതി. അത് ടീച്ചറെ, ഞങ്ങൾ എല്ലാരും പറയാ കൊടുത്തത്. എങ്ങനെയുണ്ട്? ഇതിപ്പേ അങ്ങനെ ഒറ്റയ്ക്ക് നല്ല കുട്ടിയാവണ്ട, ഞങ്ങൾക്ക് ആവണം നല്ല ടീ. ടീച്ചർ, അപ്പോ ഈ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ്. ഈ കുട്ടികളാണോ ടീച്ചർ ഈ സ്കൂളിലെ മോശം കുട്ടികൾ എന്ന് പറഞ്ഞത്? ഇവരൊക്കെ നല്ല പിള്ളേരാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ടീച്ചർ, ഇതുപോലെ ബുദ്ധിയുള്ള കുട്ടികൾ നിങ്ങളുടെ സ്കൂളിലുള്ളത് നിങ്ങളുടെ അഭിമാനമാണ്. അതെ അതെ. ഇതിപ്പോ എന്താ കഥ? ഇതിപ്പോ നേരെ തിരിഞ്ഞാ? എന്തപ്പോ ഇത്? രമേ, ഇന്നിന്ന് നുള്ളിക്കാ. ഐ, കുരിപ്പൊന്നും നല്ല നുള്ളേ. നുള്ളാൻ പറഞ്ഞപ്പോ മനസ്സിലായിട്ട് പറിച്ചെടുക്കച്ച്. അല്ല, പാത്തല്ലേ ഇങ്ങോട്ട് നുള്ളാൻ പറഞ്ഞത്? അതിന് ഇങ്ങനെ നുള്ളാ? ഇത് ഇറച്ചി പോയിക്കോളൂ തോന്നണു അവിടുന്ന്. അല്ല പത്തോ, നീ സ്വപ്നം കണ്ട് നിക്കല്ലേ? അപ്പൊ പിന്നെ സ്വപ്നത്തിന്ന് ഉണർന്നോട്ടെ വെച്ചിട്ടേ. എന്നാലും എന്റെ രമേ, ഇച്ച് വിശ്വസിക്കാൻ ഇപ്പഴും പറ്റുന്നില്ലാന്ന്. നമ്മളെ കുട്ടികളാണോ നല്ല കുട്ടികളാണെന്ന് ഓല് പറഞ്ഞത്? ചേച്ചി, പാത്തു, എന്തൊക്കെ ഇവിടെ നടക്കണത്? രമേ, ഓൾക്കൊരു നുള്ളു കൊടുക്കണോ? പാത്തുവിന്റെ നുള്ളി നേരെ കേട്ടിട്ട് മതിയേക്കണു. ഇനിയിപ്പോ ഓളയും കൂടി നുള്ളിട്ടേ ഇനിയും കൊണ്ടാവൂല. എന്നാലും പാത്തു, നമ്മുടെ കുട്ടികളെ നല്ല കുട്ടികളാണ് അല്ലേ മൃദു? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ എന്റെ മോള് ചക്കി നല്ല കുട്ടിയാണെന്ന്. അവളൊരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങളല്ലേ വിശ്വസിച്ച് നിങ്ങളുടെ പിള്ളേര് എന്തോ വലിയ കുറ്റം ചെയ്തതാണെന്ന് എനിക്ക് എന്റെ മകളെ അപ്പൊ തന്നെ വിശ്വാസമായിരുന്നു. അല്ല മൃദു, ടീച്ചർ വിളിക്കാൻ പറയുമ്പോ എന്തായാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അമ്മ, എങ്ങനെയുണ്ടമ്മ? നല്ലത് പറയിപ്പിച്ചല്ലോ. ഞാനല്ലെങ്കിൽ എന്റെ അമ്മയുടെ നല്ല കുട്ടിയല്ലേ? പിന്നെ എവിടെ ഇല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഈ സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഞാൻ ഈ കുട്ടികളുടെ ക്ലാസ് ടീച്ചർ ആയതിലേ അഭിമാനിക്കുന്നു. ചിന്നു, കുട്ടികളായാലേ ഇങ്ങനെ തന്നെ വേണം. താങ്ക് യു ടീച്ചർ. എല്ലാവരും നല്ല കുട്ടികളാ. ഡോ, വേഗം ഇങ്ങോട്ട് ഇറങ്ങി വേണോ? സാറേ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം.